ദിസ് ഈസ് ഡേ 3 ആൻഡ് ഫൈനൽ ഡേ ഓഫ് അവർ ഒരു തെക്കൻ തേരോട്ടം. പോണ്ടിച്ചേരിയിലാണുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 6:30 ആയിട്ടുള്ളൂ. നമ്മൾ എണ്ണീറ്റ് വേഗം പല്ല് തേച്ച് വേഗം റെഡിയായി ബേർഡിങ്ങിന് പോവുകയാണ്. ഇന്നലെ രാത്രി 3 മണിക്കാണ് ഒന്ന് കിടന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ ബേർഡിങ്ങിന് പോവുകയാണ്. രാവിലെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇനി തിരിച്ചു വരാൻ. എല്ലാവരും റെഡിയാണ്. ഞങ്ങളാണ് ലാസ്റ്റ് ഇറങ്ങുന്നത്. എല്ലാവരും വാർക്ക നിപ്പുണ്ട്. കാണിച്ചു തരാം. എല്ലാവരും പുറത്ത്. അയ്യോ ബസ്സിൽ കയറി കേട്ടോ എല്ലാവരും. ഓക്കെ ഗൈസ്, ബൈ. കുറച്ച് തീർന്നു. ഓക്കെ ഗൈസ്, നമ്മളിപ്പം ബസ്സിൽ കയറി. ഓടി വന്നായിരുന്നു കയറിയത്. അതുകൊണ്ട് കയറിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി നേരെ ഒസുഡു ബേർഡ് സാഞ്ചുറിയാണോ ഇതിലേക്ക്? ഒസുഡു ബേർഡ് സാഞ്ചുറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് എൻട്രൻസ്. ഇവിടെ സംഭവമുണ്ട്. നമ്മൾ വന്ന് കയറിയ സ്ഥലം ചെറുതായിട്ട് മാറിപ്പോയി. ഗേറ്റ് മാറിപ്പോയി. ഇവിടെ അല്ലായിരുന്നു, അപ്പുറത്തങ്ങാണ്ട്. സാറ് ആദ്യം തള്ളി ഇങ്ങോട്ട് കയറി, നമ്മൾ പുറകെ വന്ന് കയറി. എല്ലാവരും ഇപ്പോൾ തിരിച്ചിറങ്ങുക. അങ്ങനെ നമ്മൾ ശരിക്കുള്ള ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതായിരുന്നു നമ്മുടെ ശരിക്കുള്ള ലൊക്കേഷൻ. നമ്മൾ അറിയാണ്ട് മറ്റു സ്ഥലത്ത് പോയി ഇറങ്ങി. എല്ലാവരും നടന്നു പോകുന്നുണ്ട്. ഇവിടുന്ന് ഇനി ബേർഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് തിരിച്ചു പോകുന്നതൊരു പിടിയില്ല. എനിക്കാണ് ഇപ്പോഴേ വിശക്കുന്നുണ്ട്. കുഴപ്പമില്ല, സീനില്ല. ആണെങ്കിൽ പകുതി എന്ന് പറയാൻ പറ്റത്തില്ല, മുക്കാൽ ഉറക്കത്തിൽ അങ്ങനെ നടന്നങ്ങ് പോവുക. വിശക്കുന്നതല്ല എൻ്റെ പ്രശ്നം, എനിക്ക് ഉറക്കമാണ് പ്രശ്നം. ആകെ 3 മണിക്കൂർ എന്നല്ലേ ഉറങ്ങി. നമ്മൾ പോവുകയാണ്. മാലിക് സാറാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. എങ്ങോട്ടാണോ എന്തോ, എന്തായാലും ബേർഡ്സിനെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം. സുഹൃത്തുക്കളെ, നിങ്ങളാ ദൃശ്യം കാണുന്നുണ്ടോ? അവിടെ ഒരു വാട്ടർ ബോഡി, അതിൻ്റെ നടുക്കൊരു ഐലൻഡ്. ആദർശ എന്നെ വിളിച്ച് കാണിച്ചത്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. നല്ല രസമുള്ള പ്രദേശമാണ്. പോണ്ടിച്ചേരിയുടെ പ്രാന്ത പ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മുന്നത്തെ വ്യൂ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, വളരെ എസ്തെറ്റിക്കാണ്. ഫോണിനകത്ത് കാണാൻ മാത്രമേ എസ്തെറ്റിക് ഉള്ളൂ കേട്ടോ. നേരിട്ട് കാണാൻ കുഴപ്പമില്ല. ആ വണ്ടിയിലിരുന്നു നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ നമുക്കൊരു തെങ്ങും തോപ്പ് കാണാൻ മുമ്പിൽ. ആ കൊട പിടിച്ച ആ എസ്തെറ്റിക്സ് അങ്ങ് കളഞ്ഞു. ചെവി കേൾക്കാത്തവൻ. അത് വിട്, അവനങ്ങ് പോട്ട്. നോക്കൂ, adjacent of Pondicherry. This is available, like one is a migratory and a resident bird also available. Now things only a good habitat. These 3 kinds. അതാണ് ഗ്രബ്, ലിറ്റിൽ ഗ്രബ്. ഗ്രബല്ല. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇത് ഇവർ വേറൊരു രീതിയിലുള്ള അപ്രോച്ചാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വെറ്റ്ലാൻഡ് ബേർഡ്സിനെയാണ് നമ്മളെ മറ്റേ ടിപ്പിക്കൽ ബേർഡിങ് സാധനമാണ് പ്രതീക്ഷിച്ചത്. ഇത് ബേർഡിങ് തന്നെ വെറ്റ്ലാൻഡാണ്. വെറ്റ്ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ ലേക്ക് പോലത്തെ ഒരു സംഭവം. അപ്പം അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ നമ്മൾ പക്ഷേ ഉദ്ദേശിച്ചത് ഫോറസ്റ്റ് ബേർഡ്സിനെ ആയിരുന്നു. അതിൻ്റെ ഒരു ഇതായിരുന്നു. പക്ഷേ കൊള്ളാം, നല്ലതാണ്. ഈ പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് ഈ ലേക്കിൽ കാണുന്ന വാട്ടർ ബേർഡ്സ്. ഗൈസ്, നമുക്ക് ഇവർ ചായയൊക്കെ തന്നിട്ടുണ്ട്. നല്ല ചായയാണ്, നല്ല ടേസ്റ്റുണ്ട്. ബിസ്ക്കറ്റും ഉണ്ട്. നമ്മൾ CRP അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂസൊക്കെ കണ്ടതായിട്ടുണ്ട്. അതായത് ബേർഡ്സിനെയൊക്കെ കാണണം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഷോർട്ട് സൈറ്റ് ആയതുകൊണ്ട് അത്രയും കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമുക്ക് ശ്രമിച്ച് നോക്കാം. കുറച്ചുപേരൊക്കെ കണ്ടിട്ട് പോകുന്നുണ്ട്. എന്തെങ്കിലും കാണാൻ കഴിഞ്ഞോ രതി? എന്തെങ്കിലും കാണാൻ കഴിഞ്ഞോ? അത്രേ ഉള്ളൂ. ഓക്കെ, കണ്ടാ അടിപൊളി. ആ മറ്റേ ഇതില്ലേ ബൈനോക്കുലർ, നല്ല ഇതിൻ്റെ മുകളിലുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോർ അല്ല, ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞിട്ട് പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ നല്ല വ്യൂസ് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ വല്ലതും കണ്ടോ? എടാ
ഭയങ്കര സ്റ്റെപ്പ് ഉണ്ടോ, ഭയങ്കര ഇതാവല്ലാതെ ഇരിക്കുന്നു. വേണം കൊള്ളാം കൊള്ളാം. ആണോ, ഒരു മിനിറ്റ്. നന്ദിനി എനിക്ക് ബൈനോക്കുലർ ഓഫർ ചെയ്യുന്നുണ്ട് ഗൈസ്, അതുകൊണ്ട് എനിക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു വ്യൂ. കൊള്ളാം, നല്ല രസമുണ്ട്. അത്രേ ഉള്ളൂ. നമ്മളവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് സ്റ്റേയിലോട്ട് പോവാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് വെക്കേറ്റ് ചെയ്യണം, കാരണം വെക്കേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ബാക്കി ഫ്രണ്ട്സ് ടൗണൊക്കെ കവർ ചെയ്യണം. ടൗണിൽ പോയി ഒരു ആർട്ട് ഗാലറി ഉണ്ട്, അത് കാണണം. പിന്നെ കുറേ നല്ല ഫോട്ടോസൊക്കെ എടുക്കണം എന്നൊക്കെ എല്ലാവർക്കും പ്ലാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എത്രയും പെട്ടെന്ന് പോകാനായിട്ട് ശ്രമിക്കുകയാണ് ഗൈസ്. എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാം വാരി വലിച്ചെടുത്ത് ചെക്കൗട്ട് ചെയ്യണം. ഞാൻ എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ സ്പീഡിൽ പരിപാടികൾ ചെയ്യും. ഞാൻ നടന്നുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവനെന്തോ ഇവന്. പക്ഷേ ഞാൻ ഓക്കെ ഗൈസ്, പോകാനുണ്ട്. ബൈ റെഡി ആയിട്ട് കാണാം. ചെക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി വ്ളോഗ് എടുക്കാം. നമ്മൾ ആഞ്ഞ പിടിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും ധൃതിയിലാണ്. എല്ലാവരും കിട്ടുക്കൻ ഔട്ട്ഫിറ്റൊക്കെയാണ് ഇടുന്നത്, കാരണം നമുക്ക് എസ്തെറ്റിക് ഫോട്ടോസ് എടുക്കാനുണ്ട്. അതെ, എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ണാടിയുടെ മുന്നിൽ നിറച്ച ആളാണ്. ഇപ്പം അങ്ങോട്ട് ചെന്ന് എന്നെ ചീത്ത വിളിക്കും. എന്താ പറയുന്നത്, അവരൊന്ന് ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരുന്നതാണ്. ഇതെൻ്റെ പുതിയ ടോപ്പാണ് ഗൈസ്. അതെ, ഇപ്പോഴത്തേക്ക് നമുക്ക് തൽക്കാലം ക്യാമറ ഓഫ് ചെയ്യാം, നല്ല ചെറുപാടി കിട്ടും. നമ്മൾ 10:15 തന്നെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ CRP നമ്മളെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതെ, ഇത്ര ഉത്തരവാദിത്വം പോകുന്ന ഒരു CRP. അല്ലല്ല, ഞാൻ റെഡി ആയതാണ്. എല്ലാവരും ഇറങ്ങി വരുന്നതുള്ളൂ, അതിൻ്റെ പ്രശ്നമാണ്. പക്ഷേ സീനില്ല, നമ്മൾ പിള്ളേരെല്ലാം ഇവിടെ റെഡിയാണ്. നോക്കൂ ഗൈസ്, നോക്കൂ. എല്ലാവരും വളരെ പെട്ടെന്ന് എത്തും. കുളിച്ചോണോ നിങ്ങൾക്ക്? അതിന്റെ ആവശ്യമുണ്ടോ? നിന്നെ കണ്ടിട്ട് കുളിച്ചിട്ട് തോന്നുന്നു? ഇല്ല, തോന്നുന്നില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഉടനെ തന്നെ ഇറങ്ങും. നമ്മൾ ഇവിടുത്തെ അക്ക നമ്മുടെ ഫാനാണ്. ഹായ് സൊല്ലുക്ക. ഓക്കെ, ഇറങ്ങാണ് ഗൈസ്, ഇറങ്ങാം. ഫൈനലി വി ആർ സൈനിങ് ഓഫ് ഫ്രം തിലോ ഗസ്റ്റ് ഹൗസ്. വളരെ മികച്ച ഒരു സ്റ്റേ ആയിരുന്നു ഇത്. നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഈ ഒരു റേറ്റിന് കിട്ടാവുന്നതിൽ വെച്ച് വളരെ മികച്ചതായിരുന്നു. അതെ അല്ലേ അൻഷി, എന്താണ് താങ്കൾ ഇതിനെ കുറിച്ച് പറയുക? സ്റ്റേയെ കുറിച്ചും മൊത്തത്തിലുള്ള ഓവറോൾ പോണ്ടിച്ചേരിയെ കുറിച്ച് എന്താണ് പറയുന്നത്? അത്രേ പിള്ളേർ, നമ്മുടെ പിള്ളേരെല്ലാം ഇങ്ങനെ തന്നെ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. കാണിച്ചു തരാം കേസ്. ഇവിടെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, അതാണ് ഏറ്റവും വലിയ രസം. നമ്മളെല്ലാം ഓടി പഠിച്ച് വന്നതാണ് ബസ്സിൽ വലിഞ്ഞ് കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ ബസ് തുറന്നിട്ടില്ല. ആ പുള്ളി റൂമിലിരിക്കുന്നേ ഉള്ളൂ, വിളിച്ചിട്ടുണ്ട്, ഇപ്പം വരും. നമ്മൾ അണ്ണം വന്ന് ഗൈസ്, നമ്മൾ കയറിയിരിക്കുകയാണ് ബസ്സിൽ. അതെ, നമ്മൾ എല്ലാവരും ഉണ്ട്. വൈബിങ് ആയിരിക്കും നമ്മൾ. എൻ്റെ പുതിയ ഉടുപ്പ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഈ കണ്ണെഴുതി തന്നെ കോസ്റ്റ്യൂം കട്ടസി പവേർഡ് ബൈ അച്ചിൻചോ. ദിസ് ലിപ്സ്റ്റിക് പവേർഡ് ബൈ വേർത്തേക്കുന്ന പവേർഡ് ബൈ നമ്മുടെ സ്വന്തം അമയനന്ദ. ആൻഡ് അത്രേ ഉള്ളൂ. പാവ ഗിറ്റാറിസ്റ്റ് പ്ലെയർ യൂക്കലെ പ്ലേ ചെയ്യാൻ വേണ്ടി താളം തപ്പുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പൊ നമ്മള് വൈബിങ് ആണ്, നമ്മൾ പിടയ്ക്കാണ്. നമ്മൾ ഇപ്പം വളരെ ഭംഗിയായിട്ട് നമ്മളൊരു അടിപൊളി ഗാനം നമ്മൾ ആലപിക്കുന്നതാണ്. അതിനായി നമ്മൾ ഗാനം തിരയുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഗാനം ഓർമ്മ വരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ, കമന്റ്. പിന്നെ എൻ്റെ വീഡിയോക്കൊക്കെ കമന്റ് വളരെ കുറവ്. ഇന്നലെ ആണെങ്കിൽ വിവേകിന്റെ അച്ഛൻ വന്നൊരു കിടുക്കാൻ കമന്റ്, 1.5 പേജ് ഉണ്ടായിരുന്നു. ഇത്രത്തോളം സപ്പോർട്ട് തന്ന കമന്റ് ഇട്ട വിവേകിന്റെ അച്ഛന് 1000 നന്ദികൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു അങ്കിൾ, താങ്ക് യു വെരി മച്ച്. പ്രദീപങ്ങളുടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ചെന്നൈ ട്രിപ്പിന്റെ നമ്മുടെ ചെന്നൈ പാർട്ട് 1ന്റെ അടിയിൽ ഒരു കാണ്ടം കണക്കിന് പുള്ളി ഒരു കമന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. കാണ്ടം വേറെ ഉണ്ട്, നല്ല വലുപ്പമുള്ള എന്ന് പാടാനെങ്കിലാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. വളരെ മലയാളം എന്നോടോ അത് വിടും. അപ്പൊ 1000 നന്ദി അറിയിക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ നിങ്ങൾ എല്ലാവരും കമന്റ് ഇട്ട് പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമന്റ് ബോക്സ് കുത്തി നിറയട്ടെ ഗൈസ്. வினிஷ் அண்ணா என்கிட்ட சண்டை போட்டுட்டு இருக்கு கைஸ். வினிஷ் அண்ணாவோட சண்டை போடாததுன்னு கமெண்ட் பண்ணான்னு கமெண்ட் எடு. ഞാനിത് ചൊല്ലിയാകണം. നീ അവളോ ഇതെന്തോ എഴുതി വെച്ചിരിക്കുന്നേ? അവളോ ഇതൊന്ന് വായിച്ചു
ஹாய் மாலினி, ஐ எம் கிருஷ்ணன். நான் இது சொல்லியே ஆகணும், நீ அவ்வளோ இங்கே எவனும் இவ்வளோ அழகா ஒரு அழகை பார்த்துருக்க மாட்டேன். அண்ட் ஐ எம் இன் லவ் வித் யூ. അവിടെ പെയ്യും. പൊന്മണി പൊന്നിട്ട് സൗഖ്യമാനായി സൗഖ്യമേ ഉന്നെ എണ്ണി പാർക്കയിൽ കവിത കൊട്ടത് അത് എഴുത നിലക്കയിൽ വാർത്തയിട്ടത് ഓഹോ കൺമണി അൻപോട് കാതലെന്നാകെയുള്ള കരളേ നിൻ കരമുണ്ട് കണ്ണിൽ കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട് പറയാനായി പലതും പാത്തു വെച്ചതെല്ലാം ഇന്റർ ബാച്ച് ആർട്സ് മാപ്പിളപ്പാട്ട് ചാമ്പ്യൻ ആണ് ഈ ഇരിക്കുന്നത്. അദ്ദേഹം പാട്ട് പാടാൻ പോവുകയാണ്. താങ്കൾ 2 വരി മൂളും പ്ലീസ്. 2 വരി മതി 2 വരി. തുടരമദ്ദളവും മുരശോട് മറുവറ്റകളും പതയൊരു തുണികൾ തെറ്റുകളും കൈമണി തുണികൾ പാശകളാൽ കൊടുമ പുല്ലുകൾ ചൂള ചൂളകൾ തുമ്പ് ചങ്കുകളാൽ നമുക്ക് സമയം ഒരു 11 മണി 11:15 ആയതുകൊണ്ട് നമ്മൾ ബ്രഞ്ച് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് ആൾക്കാർ നെഞ്ചോടെ കൂടിയിട്ട് കുറച്ച് പേര് അപ്പുറത്തെ AC ഉള്ള കടയിലൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ദോശയ്ക്ക് 95 രൂപയാണ് കേസ്. അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തോട്ട് വന്നിട്ട് ഡാകിനി ബിരിയാണിയോ ഓക്കെ ഇവിടുത്തെ മെനു ഒന്ന് നോക്കി നോക്കാം എങ്ങനെയാണ് മൊത്തത്തിലുള്ളൊരു പരിപാടി എന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കണം, ഇവിടുന്ന് കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ബ്രഞ്ചാണ്, ബിരിയാണി കഴിച്ചാലും മതിയല്ലോ. ഓക്കെ ഇതാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ളൊരു വൈബ്. നമുക്ക് മെനു കാർഡ് ഒന്ന് നോക്കി നോക്കാം. നമ്മൾ ആ കടയിൽ എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് നമ്മൾ ആ കടയിൽ നിന്ന് മാറിയിട്ട് അതിന് തൊട്ടിപ്പുറത്തുള്ള കുഞ്ഞു കടയിൽ വന്നു. ഇവിടെ ബിരിയാണി ചെമ്മങ്ങോട്ട് പൊട്ടിക്കുന്നതേ ഉള്ളൂ. അടിപൊളി പോണ്ടിച്ചേരി സ്റ്റൈൽ ബിരിയാണി 120 രൂപയ്ക്ക്. അപ്പോൾ നമ്മൾ വേഗം ഇവിടെ കയറിയിരുന്നു. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. നമ്മളെല്ലാവരും ഉണ്ട്. അത് ബിരിയാണി വന്നിട്ട് കാണിച്ചു തരാം. എന്താ പറയുന്നത്? ആക്രാന്ത മൂന്നിട്ട് വെള്ളം കോരി ഒഴിച്ചോ? നമ്മൾ പിള്ളേരെ കൊണ്ട് പക്ഷെ നമ്മൾ വെയിറ്റിംഗ് ആണ്. മറ്റേ അക്ക കൊണ്ട് ഒരു കൊട്ട ഉള്ളി ഇട്ടിട്ട് പോയി എല്ലാവർക്കും. അണ്ണാ ഏതാவது சொல்ல அண்ணா பிரியாணியை பற்றி 2 மதி ഇമാര് മോട്ടറാക്കിയിട്ടാണെങ്കിലും നമ്മൾ കിച്ചണിൽ പോയി ദമ്മ് പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തു. സംഭവം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇനി വന്ന് കഴിച്ചാൽ മാത്രം മതി. വളരെ മികച്ചതായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ല മണമൊക്കെ ഉണ്ട്. ബിരിയാണി വന്നിരിച്ച് ഗൈസ്, ബിരിയാണി വന്നിരിച്ച്. നിങ്ങൾക്ക് ഈ ബിരിയാണിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ കഴിച്ചു നോക്കി, വായ വെച്ച് നോക്ക്. പറയൂ. വളരെ മികച്ചത്. ഓക്കെ എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടുമ്പോ ഞാൻ പറയാം. അതെ, ഇത് ഒരു ഫുള്ള് നിനക്ക് ഒന്നുകൂടെ വാങ്ങിച്ചായിരുന്നു. നീ ഇങ്ങനെ ആക്രാന്തപ്പെടാതെ ചോറൊക്കെ തള്ളി താഴെ ഇടുന്നു. തണ്ണിയോട് പോയി മൊത്തം താഴെ ഇട്ട് ബിരിയാണി വന്ന് കഴിച്ചു. കാലുള്ള പീസ് എനിക്ക് അല്ല, ഇത് എനിക്ക് വേണം. താങ്ക് യു അൻഷിത്. ஓகே கைஸ், இந்த பிரியாணியை நம்ம இந்த மாதிரி கொட்டுவோம். കൊട്ടടിച്ച് സമ്മ അത് മണം അടിക്കുമ്പോൾ തന്നെ അറിയാം കൊള്ളാം. നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഗൈസ്.
നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ച് നമ്മൾ പോവുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു സിദ്ധു? നല്ല അടിപൊളി ബിരിയാണി. അടിപൊളി ബിരിയാണി. അതെ, കൂടുതലൊന്നും പറയാനില്ല. പോലീസുകാരൊക്കെ നിൽക്കുന്ന റോഡ് ക്രോസ് ചെയ്യണം, പിടിച്ചടിക്കും. അല്ല, അവർ വഴക്ക് പറയും ചിലപ്പോൾ, ഫോണും പിടിച്ചോണ്ട് റോഡ് ക്രോസ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ ഗൈസ്, നമ്മുടെ ബസ് നേരെ ഓപ്പോസിറ്റ് കിടപ്പുണ്ട്. നമുക്ക് ശരിയെന്നാ, ഇനിയിപ്പോൾ എവിടേക്കോ വിസിറ്റ് ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നു വൈറ്റ് ടൗൺ ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ ആർട്സ് ഗാലറിയിൽ എത്തിയിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്, നല്ല വെയിൽ. എനിക്ക് കണ്ണ് തുറക്കാൻ വയ്യ, അതുപോലത്തെ വെയിലാണ്. വൈൽഡ് ലൈഫ് ആർട്ട് ഗാലറിയാണ്. ജസ്റ്റ് ഇവിടെ ഒന്ന് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ കാണുക. എല്ലാവരും ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട്. നോക്കൂ, കാണിച്ചു തരാം. ഓക്കെ, പിന്നെ അതൊക്കെ തന്നെ ഉള്ളൂ. നല്ല വെയിലാണ്, അതാണ് ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയാൻ. നോക്കൂ ഗൈസ്, വളരെ മികച്ച ഒരിതാണ് ഇത്. നോക്കൂ എത്ര റിയലിസ്റ്റിക് ആണെന്നൊക്കെ. ാണല്ലേ ഇവിടുത്തെ ഓരോ സ്കൾപ്ചേഴ്സും നമുക്ക് പ്രത്യേകം മനസ്സിലാകും. ശബരിമല സീസണാകുമ്പോൾ മുക്കിരി സ്റ്റുഡിയോകൾ കാണാറുണ്ട്. അതെ, പ്രത്യേകിച്ച് എരുമേലി നമ്മൾ വന്നു കഴിഞ്ഞാൽ നിറച്ച് കടകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് കടകൾ കിട്ടും. അതിനകത്തെല്ലാം ഈ ആൾക്കാർക്ക് വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, അതർ സ്റ്റേറ്റ് ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കും. അതേ വൈബ് ഒന്ന് ഒസ്റ്റ് അടിച്ച് കേസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം കേട്ടോ. കേസ് ഫുഡിൽ ആണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. സെയിൽ എന്നൊക്കെ പറയുന്നത് ഫുഡിലെ വിഷ്ണു സാറിൻ്റെ പ്രത്യേകത. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാറേ നമുക്ക് ഇതുപോലത്തെ പരിപാടി ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് കായസ് നാഗരാജാവ് എല്ലാവരും ഉണ്ട് ഗൈസ്, എല്ലാവരും. പെയിന്റിങ്സ് ഒക്കെ നോക്കൂ ഗൈസ് നിങ്ങൾ. നിങ്ങൾ കണ്ടോ? എക്സിബിഷൻ തന്നെ യാമ നോക്കി എന്തൊരു വലുതാ നോക്ക്. പിള്ളേരെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇറങ്ങാൻ പറ്റില്ല. Amazing. Excellent. Marvelous. ഇതെന്താ സംഭവം എന്നറിയോ? 8 കാലി കടിച്ചൊന്നുമല്ല, ഈ ഭിത്തിയിലെ പെയിന്റ് ഇളക്കിക്കൊണ്ട് പോയത്. അവൻ അവിടെ ചാരി നിന്നു. That is the main concept I am taking. So I am Dr. Bhupesh Gupta. I am founder of Universal Eco Foundation. നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ദിവിടം വരെ വണ്ടി പിടിച്ചു വന്നത്. വെയിലെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുന്നിട്ട് കണ്ണ് നിറഞ്ഞിട്ട് കണ്ണിൽ നിന്ന് വെള്ളം ഒഴിവാ. അതുപോലത്തെ വെയില, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു സാറുണ്ട്, പുള്ളിക്ക് നമുക്ക് കുറേ മോട്ടിവേഷനൊക്കെ തന്നു. നല്ല കണ്ണീര് വരുന്നത്. എന്താണ് പറഞ്ഞത്? 4 ലക്ഷം 4 ലക്ഷം മാത്രം വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ 1 ലക്ഷം വീട്ടുകാർക്ക് എഡ്യൂക്കേഷൻ പർപ്പസ് അതിനൊക്കെ ഉപയോഗിക്കും. ഞാൻ ബാക്കിലായിരുന്നോണ്ട് കുറച്ചേ കേട്ടുള്ളൂ, ഇവരൊക്കെയാണ് കേട്ടത്. അപ്പോൾ എന്തോ വലിയ സംഭവമൊക്കെയാണ്. പുള്ളിയെ കണ്ടാൽ പറയത്തില്ലെങ്കിലും പുള്ളി വലിയ സംഭവം PhD ഒക്കെ ഉണ്ട്. പുള്ളി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. അതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. ഓക്കെ ഗൈസ്, നമുക്ക് പോകാം. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. സുഹൃത്തുക്കളെ, പാലക്കാട് വെന്തുരുക്കുകയാണ്. ഇവിടെ ഇരുന്ന് ചൂടെന്ന് പറഞ്ഞാൽ അമ്മാതിരി ചൂടാണ്, സഹിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കൂടെ മുടിഞ്ഞ ബ്ലോക്കും. അമിത്ഷാ എഴുന്നള്ളുന്നുണ്ട്. അമിത്ഷാ വരുന്നെന്നും പറഞ്ഞ് നമ്മളിവിടെ ബ്ലോക്കിനകത്ത് കിടക്കാൻ പറഞ്ഞിട്ട് വെറും അരമണിക്കൂറൊന്നുമില്ല, 1.5 മണിക്കൂർ ഇനിയും കിടക്കുകയാണ്. ഏത് കാലത്ത് പോകേണ്ടിയെന്ന് ചെന്നൈ എനിക്കറിയത്തില്ല. ചൂടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ വേർത്തിങ്ങനെ ലിറ്ററലി ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക. ദേഹം മൊത്തം എന്താ പറയുന്നത് ഇതായി, എന്താ പറയുന്നത് നനഞ്ഞ് കുതിന്നു. എന്താ ഇപ്പം ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എനിക്കൊന്നും പറയാനില്ല. എനിക്കറിയത്തില്ല. സിവിക് സെൻസ് ഇല്ലാത്ത കുറെ പരട്ട മനുഷ്യന്മാരും എന്തും ചെയ്യണ്ടേ എനിക്കറിയത്തില്ല. എന്താ പറ്റി മോനെ? പാഞ്ചാലി വസ്ത്രാക്ഷേപം എന്ന് കേട്ടിട്ടുണ്ടോ? ഇവിടെ വിവേക് വസ്ത്രാക്ഷേപമാണ്. ട്രിപ്പ് കഴിയുമ്പോഴത്തേനും ഷട്ടൂരി കളയാനും ഭാഗത്തിന് ഒരു CRP ആകുക എന്ന് പറഞ്ഞാൽ CRPയുടെ ഗതികേട് നിങ്ങൾ മനസ്സിലാക്കണം.
പാവത്തിന്റെ ഷർട്ട് വരെ കീറി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അത്രയും ഗതികെട്ട അവസ്ഥയിലായി CRP. ഇനി എന്ത് ചെയ്യും നമ്മൾ? എന്ത് ചെയ്യും CRP? പറയൂ. അങ്ങനെയല്ല, നമ്മൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഠിനമായ ഘട്ടങ്ങളും നമ്മൾ പോരാടി ജീവിക്കണം. ചൂടെന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചൂട്? ചൂടേയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചൂട് കൂടിയിട്ട് വൈഷ്ണവ കിളി പോയിട്ടാണ് ഇപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സ്പീക്കർ വർക്കാവാത്ത കാരണത്താൽ എല്ലാവരെയും കൊണ്ട് നമ്മൾ പാട്ട് പഠിപ്പിച്ചു കേസ്. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാനിങ്ങനെ നടന്ന് പാട്ട് പഠിപ്പിക്കുമായിരുന്നില്ല എന്നെ കൊണ്ട്. അതുകൊണ്ട് അതിനുള്ള ഗ്യാപ്പ് കിട്ടില്ല. പാട്ട് പഠിപ്പിച്ച് വേർത്ത് ഞാനും പാടി, സാറുമാർ വരെയും പാടി. അതാ രസം. പിന്നെന്താ, അത്രേ ഉള്ളൂ. ചായ കുടിക്കണം. നീ ചായ ഇനിയും ഓറവില്ലില്ല, ഒരു തേങ്ങാക്കൊലയില്ല, അതിന് സമയമില്ല. ഇതിന് ഈ ബ്ലോക്കിൻ്റെ അകത്ത് കിടന്ന സമയം പോയി. അതുകൊണ്ട് നമ്മൾ നേരെ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ, അവിടെ നിന്ന് നമ്മൾ വീട്ടിൽ പോകുക. വീട്ടിലല്ല, കോളേജിലേക്ക് പോകും. അത്രേ ഉള്ളൂ. ഇതോ കാര്യം പറയാനുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് കേട്ട് നോക്കാം എന്താണ് പറയാനുള്ളത്. പറയൂ ചേച്ചി. അതായത് ഉറക്കം പറയൂ. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ചിലപ്പോൾ കാര്യങ്ങൾ നടക്കണമെന്നില്ല. എന്നുവെച്ചാൽ നമ്മൾ സങ്കടപ്പെടാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ വൈബ് ചെയ്തു. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ സംഭവം വൈബാക്കിയിട്ടുണ്ട്. എല്ലാവരും ആ ഒരു വൈബ് സന്തോഷത്തോടു കൂടി അതിൽ പങ്കെടുത്തു. ഒന്നിനുൾ അടക്കം അതുവേ ആവിമുഖമെന്നും. സ്പീക്കർ വേറെ ആരാണ്ടറിയാ എന്തോന്നറിയത്തില്ല. മൊത്തത്തിൽ സ്പീക്കർ ഹാക്കായെന്ന് തോന്നുന്നു. അല്ല, ഇപ്പം അല്ല, പാട്ടൊന്നും വന്നില്ലായിരുന്നു. അതാ USB കുത്തിയതാ കേട്ടത്. അതിനകത്ത് മൊത്തം ഒരുമാതിരി തമിഴ് പാട്ടുകൾ ഒന്നും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ നമ്മളിപ്പം ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. വേർത്തൊരു വരി പോയി. ഇല്ലേ, ചായ ഇല്ലേ? ഓക്കെ, ചായ കുടിക്കുക. നമുക്കിനിയിപ്പം ഒന്ന് മുഖം കഴുകണം, ചായ കുടിക്കണം. അത്യാവശ്യം നല്ല സ്ഥലമാണ്. ചായ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പിള്ളേർ തന്നെയാണ്, അല്ലാതെ കടയിലെ തിരക്കല്ല. പിള്ളേരെല്ലാം കൂടെ കൂടി ഡ്രൈ ഫ്രൂട്ട് ആണോ? നമ്മൾ വളഞ്ഞിരിക്കുകയാണ് ഇവിടെ മൊത്തം. ശ്വാസം മുട്ടുന്നുണ്ടാവും. ഇതൊക്കെ വാങ്ങിച്ച് തിന്നട്ടെ. ലെമണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ലെമണ്ടിയോ എന്ന് വിചാരിച്ചു. പക്ഷേ ഉണ്ടല്ലോ, ഈ സാധനം അടിപൊളിയായിട്ടുണ്ട്. സീൻ തന്നെ. ഞാൻ ലെമൺ ടീ കുടിക്കാൻ തുടങ്ങിയത് എൻ്റെ ജൂനിയർ അരവണ്ടിയുടെ കൂടിയാണ് ഞാൻ ലെമൺ ടീ കുടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ അവനെ സ്മരിക്കുന്നു. അവനെ ലെമൺ ടീ. നല്ല ദിവസം ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മളൊരു ഷേക്ക് പറഞ്ഞിട്ടുണ്ട്, ഉടനെ വരും. ഞാൻ പറഞ്ഞിരിക്കുന്നത് വാനില ഷേക്കാണ് സുഹൃത്തുക്കളെ. അതെ, ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്കൊക്കെ ഉണ്ട്. മൊത്തത്തിൽ കൊള്ളാം, നല്ലൊരു കടയാണ്. ഞാൻ വാനിലയാണ് പറഞ്ഞിരുന്നെങ്കിലും വാനില എനിക്ക് കിട്ടിയില്ല. അതിന് ഒരു ചോക്ലേറ്റ് ഷേക്ക് കിട്ടി. പക്ഷേ കൊള്ളാം, നല്ല രസമുണ്ട്. നമ്മൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒഫീഷ്യലി നമ്മുടെ ട്രിപ്പ് എൻഡ് ആവുകയാണ്. ട്രെയിനിൽ കയറണം, കിടന്നുറങ്ങണം. ഓൾമോസ്റ്റ് നമ്മൾ എൻഡ് ചെയ്യുകയാണ്. കഴിഞ്ഞ കേസ് നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. അതെ, തരക്കേടില്ലാത്ത തിരക്ക് സ്റ്റേഷനിനുള്ളിലുണ്ട്. കാണിച്ചു തരാം. അത്രയും അത്യാവശ്യമുണ്ട്. ഫൈനലി കേസ് ആ ട്രിപ്പകത്ത് ഹാഫ് ഓഫ് ദ ട്രിപ്പ് വാസ് ഭയങ്കര അടിപൊളി. എൻ്റെ അതർ ഹാഫ് വാസ് ഓക്കെ അതേ പറയാൻ പറ്റത്തുള്ളൂ. പ്ലാൻസിനകത്ത് കുറച്ച് പറഞ്ഞില്ല, അൺഎക്സ്പെക്റ്റഡ് സാധനം വന്നപ്പോഴത്തേനും പെട്ടെന്ന് കുഴഞ്ഞു പോയി. അത്രേ ഉള്ളൂ കേസ്. ബൈ.